ഹലോ, ഞാനിന്നൊരു എള്ളുണ്ട റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നല്ല, ഇങ്ങനെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് നമുക്കൊരു ബോധോദയം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഹെൽത്തൊക്കെ വളരെ മോശമാണ്, നല്ല ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി എള്ള് ശരീരത്തിന് നല്ലതാണല്ലോ, അപ്പോൾ കുറച്ച് എള്ളുണ്ട ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എള്ളുണ്ട. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി കുറച്ച് എള്ളുണ്ട ഉണ്ടാക്കുക, എള്ളുണ്ട കഴിക്കാനൊക്കെ ഒരു കൊതി തോന്നി. അപ്പോൾ ശർക്കരയൊക്കെ ഉരുക്കി നമ്മുടെ എള്ളും കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ വറുത്തിട്ട് അത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ടെങ്കിലാണ് ഇത് ഒന്നും കൂടി നല്ല രുചിയായിട്ട് തോന്നണത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഇത് ഇഷ്ടമാണ്. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ഇത് ഞാൻ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാമല്ലോ. ഞാനിത് ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ടായിരുന്നു കേട്ടോ എള്ളും കപ്പലണ്ടിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിടും, അപ്പോൾ ഒന്ന് കടിക്കാനോ എന്നൊക്കെ തോന്നിയിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നല്ലപോലെ ഫൈനായിട്ട് ഇങ്ങനെ അരയ്ക്കുമ്പോഴാണിത് ഒന്നും കൂടി രുചിയായിട്ട്, അപ്പോൾ വായിലിടുമ്പോൾ ഇങ്ങനെ നല്ലപോലെ അലിഞ്ഞ് പോണ ഒരു ടേസ്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാളികേരം കൂടി ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്നല്ല, വെറുതെ ഒന്ന് വെള്ളം വറ്റിച്ച് ഇങ്ങനെ വറുത്തിട്ട് അതും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ശർക്കര നീരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ഉണ്ട പിടിക്കുക കേട്ടോ. ഇങ്ങനെ ഉണ്ട പിടിച്ചെടുക്കാൻ വേണ്ടി കുറേ നേരം വേണം കേട്ടോ. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കഴിക്കണം പോലെ തോന്നും, എന്നാലും കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് എള്ളുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഞാനും മക്കളും കൂടി ഇങ്ങനെ ഓരോ ദിവസത്തിന് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കാൻ പോണത്. ഓക്കേ.